രാജ്. ഗുഡ് മോർണിംഗ് സാർ. ബോധം വന്നോ അവന്മാർക്ക്? എഴുന്നേറ്റപ്പോൾ മുറി കിടന്ന് ബേളം വെച്ചു, പക്ഷെ ഞാൻ തുറന്നില്ല. ആ CI വിക്രം സാർ വന്നിരിപ്പുണ്ട്. മുറി തുറന്ന് അവന്മാരങ്ങ് കൊണ്ടുപോവാ. ശരി സാർ. തന്നെ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്ത ഇവിടെ എനിക്കൊരു സാധന. രാത്രി എത്ര തവണ വിളിച്ചു, ഒരാവശ്യം വരെ നിങ്ങൾ പോലീസുകാർ ആരും കിട്ടില്ല. സോറി ടോമി, ഇന്നലത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. കിഴക്കൻ മലയിൽ നമ്മുടെ കുറെ കാട്ടുപന്നികൾ ഇറങ്ങിയിട്ട് നല്ല നാടനും വെടിയിറച്ചുമായിട്ട് കൂടെ നല്ല നീല ചടയനും ആറ്റം ഫിറ്റായി പോയി. കേട്ടിപ്പോഴും വിട്ടിട്ടില്ല. ഹലോ, താൻ നമ്മുടെ പെണ്ണുങ്ങളെ കണ്ടില്ലേ? അല്ല, ഇമാതിരി പ്രീമിയം ഐറ്റംസ് ഒക്കെ ഇപ്പൊ ടോമിയുടെ കയ്യിലുള്ളൂ. ബാറ് നല്ല സേൽസ് ഉള്ള സമയത്ത് അവന്മാരുടെ അഭ്യാസം തമ്മിൽ തല്ലും ചീത്ത വിളിയും. ബോധമില്ലാത്തവരോട് പറഞ്ഞാൽ മനസ്സിലാവുമോ? പിന്നെ നമ്മൾ വിറ്റ കള്ളു കുടിച്ച് വിറ്റാവുന്നവരെ നമ്മളൊന്ന് തല്ലുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഗതി കേട്ടപ്പോൾ ഞാൻ രണ്ടുപേരും പിടിച്ചങ്ങ് പൂട്ടിയിട്ടു. ഇവന്മാരാ കക്ഷികള്. വിക്രമ സാബറ, ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ എൻ്റെ കച്ചവടം എങ്ങനെയാ നടക്കുക? എനിക്കൊരു 10,000 രൂപ നുക്സാൻ ആരുണ്ട്. ചലോ, അത് ഞാൻ സഹിക്കാം. പക്ഷെ ഇമാതിരി തെമ്മാടിത്തരം കാണിച്ച് എന്റെ സ്ഥാപനത്തിന് ആളാവാൻ നോക്കിയാൽ മുട്ടിലഴിഞ്ഞ നീയൊക്കെ വീട്ടിൽ പോകും. ഹലോ അങ്കിൾ. നീ ഇതെവിടെയാ? അത് ഞാനൊരു ചെറിയ ഇഷ്യൂലായിരുന്നു. ഒന്ന് കാണണമല്ലോ, അത്യാവശ്യം. അത് നോക്കി ഞാൻ നിങ്ങളെ കാണാൻ വരാം. I'll come soon. വന്ന് തല്ലുണ്ടാക്കാത്തൊരു ദിവസമില്ലല്ലോ എനിക്ക്. അപ്പന്മാരെ കണ്ടാ മക്കള് പഠിക്കുന്നത്. നിങ്ങളൊക്കെ ബോംബെയിൽ കളിച്ച കഥയൊക്കെ ഞാനും കുറെ കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് രക്ഷപ്പെടാൻ നോക്കിയ. അതിന് ഇത്തിരി ചട്ടമിത്തരമൊക്കെ ആവശ്യമാ. അതൊക്കെ ആയിക്കോ, പക്ഷെ നിന്റെ അപ്പം മാന്യമായിട്ട് നടത്തിയിരുന്നൊരു ഹോട്ടലാ അത്. കള്ള് കച്ചവടത്തിന് എന്ത് മാന്യത അങ്കിള്. പക്ഷെ അത് മാത്രമല്ലല്ലോ അവിടെ നിന്റെ കച്ചവടം. ജോർജ് പറ. മന്തിയുടെ പേര് സുധാകരനല്ലേ? എനിക്കറിയാം, ഒരിക്കൽ വന്നിട്ടുണ്ട്. വേണ്ട, അവളമ്മ ആരും വേണ്ട. പെണ്ണല്ലേ? തൃശ്ശൂർ പെണ്ണ്. എന്നുള്ള പേര് സോഫി. അവളെ വിളി. സോഫി വിട്ടു, അത് മതി. ശരി, ഓക്കെ. അപ്പം മരിക്കുമ്പോൾ ഹോട്ടലിന് ലക്ഷങ്ങളുടെ കടമുണ്ടായിരുന്നു. ഇപ്പം അത് ലാഭത്തിലാ. ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ടായിരുന്നെങ്കിൽ നിന്റെ അപ്പന് ലാഭം ഉണ്ടാക്കിയാനെ. അങ്കിളെ, എൻ്റെ അപ്പനേക്കാൾ ബഹുമാനം എനിക്ക് നിങ്ങളെയാ. വെറുതെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ തെറ്റണ്ട. എന്തിനാ വെളുപ്പിച്ചത് അത് പറ. നീ ഒരു നല്ല കച്ചവടക്കാരനാണെന്ന് എനിക്കറിയാം. ഒരു ചരക്ക് ഒത്തു വന്നിട്ടുണ്ട്. ഹെറോയിനാ, 5 കിലോ ഹൈ ക്വാളിറ്റി സ്റ്റഫ്. മാർക്കറ്റ് വില 5 കോടി വരും. നല്ലൊരു ബയർ ഒത്തു വന്നാൽ 8 കോടി വരെ കിട്ടാം. ഇപ്പോൾ ഒരു 2.5 കോടി കൊടുത്താൽ ചരക്ക് നമ്മുടെ കയ്യിൽ വരും. റിസ്ക് ഇല്ല. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ കയ്യിൽ വന്ന് പെട്ടതാ. പോലീസുകാരനാ, പക്ഷെ വിശ്വസിക്കാം. നമുക്ക് ചെയ്യാം അങ്കിളെ. നമ്മൾ 5 പേര് 50 ലക്ഷം രൂപ ഇത് വിട്ടാൽ ഡീല് കഴിയുമ്പോൾ 1 കോടിക്ക് മേൽ കിട്ടും ഓരോരുത്തർക്കും. ഇതിനെന്തിനാ വേറെ ആൾക്കാർ? നമ്മൾ രണ്ടുപേരും പോരെ? അങ്ങനെയാണെങ്കിൽ നീ പോലും ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്കും ചെയ്യാം. എനിക്ക് നിന്നെ പോലെ തന്നെ മുരുകണ്ണനും ബഷീറും അലോഷിയും ഒക്കെ. അലോഷിയൊക്കെ അതെന്താടാ? അവൻ എന്നും ഇങ്ങനെ നിന്റെ ഹോട്ടലിൽ പാട്ടുപാടി നടന്നാൽ മതിയോ? അതിൽ നിന്ന് എന്ത് കിട്ടാനാ? അവൻ്റെ ഭാവിയെ പറ്റി ചിന്തിക്കാൻ വേറെ ആരാ ഉള്ളത്? ശരി ഞങ്ങള് ഞാൻ വന്നോളാം. നീ എന്താ ഇത്ര ലേറ്റ് ആയത്? സണ്ണി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക, അത്യാവശ്യമായിട്ട് കാണണമെന്ന്. നിനക്കുള്ള ഫ്രീഡം എനിക്കില്ലാന്നറിയാലോ. ഒരു വിധത്തിലാ പുറത്തിറങ്ങിയത് തന്നെ. എന്താ ഇത്? തുറന്നു നോക്ക്. ആഹാ, പണ്ട് സ്കൂളിൽ വെച്ച് നിന്റെ മമ്മ ഉണ്ടാക്കി തരുന്ന പ്ലം കേക്ക് സ്ഥിരമായിട്ട് ഞാൻ അടിച്ചു മാറ്റുമായിരുന്നു. നിന്റെ വിചാരം അത് അടിച്ച് സൂചിയെന്ന. എന്താ വീട്ടിൽ വിശേഷിച്ചു? അവിടെ എന്ത് വിശേഷം? ഞാൻ നിനക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാ. ആകെ കൂടി നിന്നെ കാണുന്നതും സംസാരിക്കുന്നതുവാ ഒരാശ്വാസം.
അലോഷി ഐ ആം ഫെഡ് അപ്പ്. എനിക്കറിയില്ല എത്ര നാളായി ഇങ്ങനെയെന്ന്. ഒരു ജാതി വീട്ടു തടങ്കലില് ഞാനൊരു ഹ്യൂമൻ ബീങ് എന്നുള്ളൊരു കൺസിഡറേഷൻ പോലും ഇല്ലാതെ ഇനി എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ. നീ പറ, എന്താ നിന്റെ പ്ലാൻ? ഒന്നും അറിയാഞ്ഞിട്ടല്ല ജെനി, ഞാൻ എന്താ ചെയ്യാ? കുറച്ചു നാളും കൂടെ നീ പിടിച്ചു നിന്നേ പറ്റൂ. സത്യം പറയടാ, ഞാൻ ഒത്തൊരു ജീവിതം നീ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ടോ? ജെനി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. എനിക്ക് നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല. നീ പറ, എങ്ങോട്ടെങ്കിലും ഓടിപ്പോണോ? പോകാം, പക്ഷെ എങ്ങോട്ട്? എത്ര ദൂരം? എവിടെ പോയാലും അവൻ നമ്മളെ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് കൊന്നു കളയായിരിക്കും. രണ്ടുപേരും കൊല്ലട്ടെ. ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അത് തന്നെയാണ് നമുക്ക് നല്ലത്. പ്ലീസ് ജെനി, നീ ഇങ്ങനെ തളരരുത്. എനിക്ക് വേണ്ടി കുറച്ചു നാളും കൂടെ വെയിറ്റ് ചെയ്യും. ഒരവസരം വരും, അതിനു വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. പ്ലീസ്.